ഈ വീഡിയോ ഒരു മിനിമം മെച്യൂരിറ്റി ഉള്ളവർക്കും അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത്, ദയവായി സ്കിപ്പ് ചെയ്ത് കളയുക. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇടയ്ക്കൊക്കെ ഒരു റിലാക്സേഷൻ പീരീഡ് വേണം, ഇടയ്ക്കൊക്കെ ഒരു ആഘോഷങ്ങളും വേണം. പക്ഷെ നമ്മളുടെ ഈ സീസണിലെ ആഘോഷത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി. സോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 പോയിന്റുകളുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക, നിങ്ങൾക്കും ജീവിതത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് ആൽക്കഹോൾ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത ആഘോഷ സമയം വരെ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ആവുകയും അങ്ങനെ നമ്മൾ ആ സമയത്ത് കുറച്ച് ലക്ഷറി ഫീലിംഗ് നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന ഹാപ്പിനെസ്സും അതുപോലെ ലക്ഷറി ഫീലിംഗ്സും എല്ലാം ടെമ്പററി ആയിരിക്കും. ആ സമയത്ത് നമ്മളുടെ ചർച്ചകളും അതുപോലെ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം ഏറെക്കുറെ തെറ്റായിരിക്കും. കാരണം വരാൻ പോകുന്ന വലിയ വലിയ അപകടങ്ങളെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് ആ സമയത്ത് നമുക്ക് ഇല്ലാതാകുന്നു. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരാൻ പോകുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ മൈൻഡിനെ അല്ല, നമ്മളുടെ ബോഡിയെ ഫിറ്റാക്കി നിലനിർത്തുക. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഒരു കോമ്പറ്റേറ്റീവ് ലൈഫ് സ്റ്റൈലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കോമ്പറ്റേറ്റീവ് ലൈഫിനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി നമ്മുടെ ശരീരത്തെ എപ്പോഴും ഫിറ്റാക്കി നിലനിർത്തുക. എസ്പെഷ്യലി 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മെച്യൂരിറ്റി ഉള്ള ആളുകളും അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കുന്ന ആളുകളും. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര മെന്റലി സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് ലൈഫിൽ നിങ്ങൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേത്, സെറ്റ് എ ഗോൾ ബേസ്ഡ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ. ഫിറ്റ്നസിന് വേണ്ടി ഡയറ്റും വർക്കൗട്ടും നോക്കുക, അല്ലാതെ ബോഡിയെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഡയറ്റും വർക്കൗട്ടും ചെയ്യരുത്. 95% ആളുകളുടെയും ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവർക്ക് 6 പാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ബിക്കോസ് ദേ ആർ ബിസി വിത്ത് ദെയർ വർക്ക് ഓർ ബിസിനസ്. സോ ഈ 5% ആളുകളുടെ ബോഡി കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതുപോലെയാകാൻ ശ്രമിക്കരുത്. അതുപോലെയാകാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സും അതുപോലെ ജോലിയും നിങ്ങളുടെ ഫാമിലി ലൈഫും ഒക്കെ പ്രോബ്ലത്തിലാകാനുള്ള സാധ്യതയുണ്ട്. സോ ഫിറ്റ്നസ്സിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ, അടുത്ത ഒരു ഹോളിഡേ സീസൺ വരെ ഉള്ള നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. അത് ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റൽ ഫിറ്റ്നസ്സോ മാത്രമല്ല, ഫൈനാൻഷ്യലി ഉള്ള നിങ്ങളുടെ ടാർഗറ്റ് കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. വൈ? ബിക്കോസ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഫിസിക്കലിയും മെന്റലിയും അവർ ഹെൽത്തി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ഒരു പേഴ്സണൽ ട്രെയിനറെ നമുക്ക് ഹയർ ചെയ്യണമെങ്കിൽ വരെ നമുക്ക് ഫൈനാൻസ് അത്യാവശ്യമാണ്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾക്കെല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, മെച്യൂരിറ്റി ഉള്ളവരും അതുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവരെ മറക്കരുത്.